Hi students, Industry Instrumentation and Automation in the 6th module second topic Programmable Logic Controllers ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഒരു ടോപ്പിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സീക്വൻസ് കൺട്രോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. സോ ഒരു സീക്വൻസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ ഒരു പ്രോസസ്സിനെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യും. എങ്ങനെയൊക്കെയാണ് ഒരു പർട്ടിക്കുലർ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കേണ്ടത്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരിക്കണം, ഇങ്ങനെയുള്ള ഓരോ രീതിയിൽ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു സീക്വൻസ് ഉണ്ടാക്കും. ഈ ഒരു സീക്വൻസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതിനെ എപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതായിരുന്നു സീക്വൻസ് കൺട്രോൾ. ഇനി ഇതിന് സഹായിക്കുന്ന ചില പ്രോഗ്രാമിംഗ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ എന്ന് പറയും. സോ എന്താണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സും അതേപോലെ ഇതിൻ്റെ ബേസിക് എലമെൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമേ തന്നെ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്. ഓട്ടോമേഷൻ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോമേഷൻ ചെയ്യാൻ നമുക്ക് ഹാർഡ്വെയർ കോമ്പോണൻസ് ഉണ്ടാവും. ഈ ഹാർഡ്വെയർ കോമ്പോണൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇൻഡസ്ട്രി, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചില ടൂൾസ്. അതിന് നമുക്കൊന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഇതിൻ്റെ ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഫസ്റ്റ് വൺ. പിന്നെ DCS ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം. അതേപോലെ തന്നെ HMI ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ്. പിന്നുള്ളത് SCADA സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വിസിഷൻ. PLC Programmable Logic Controller. PAC Programmable Automation Controller. Instrumentation, Motion Control, Robotics. ഇതിൽ റോബോട്ടിക്സ് നമുക്ക് കേട്ട് നല്ല പരിചയമുള്ളൊരു ടേമാണ്, കുറേ പേർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷനും മോഷൻ കൺട്രോളിൽ ഒരു കുറേ ഭാഗം നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് മെയിനായിട്ട് ഉള്ള ടോപ്പിക്കിൽ ഒന്ന് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ PLC, അതേപോലെ DCS ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം, പിന്നെ SCADA സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വിസിഷൻ. ഇതൊക്കെ ഈ മൊഡ്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ. സോ ഈ നോട്ട്സ് ഞാൻ താക്കൂർ പബ്ലിക്കേഷൻസിനകത്തുനിന്ന് എടുത്തേക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അത് കയ്യിലുണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാം. ഞാനല്ലേ PDF സെൻഡ് ചെയ്യുക ഉടനെ തന്നെ. സോ എന്താണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ? പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ തന്നെയാണ്. നമ്മൾ ഓട്ടോമേഷന് വേണ്ടിയിട്ട്, ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നോർമലി ഏതൊരു ഇൻഡസ്ട്രിയിലായാലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോസസ്സ് ആയിരിക്കും ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് ആയിരിക്കും. അതിനെ ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ആയിട്ടുള്ള എനർജി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും ഏത് ഇൻഡസ്ട്രിയിലും ബേസിക് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ പ്രോസസ്സിലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഇൻ്റർഫേസുകൾ വരുന്നത്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് വരും. സോ ഒരു ഹാർഡ്വെയർ ഇൻ്റർഫേസ് കൂടാണ്ട് ഈ ഹാർഡ്വെയർ ഇൻ്റർഫേസിനെ ഫുൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ. സോ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആയിരിക്കും. അതിനകത്ത് നമ്മൾ പറയുന്ന വിൻഡോസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പോലെ അതിനെ ആ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ. സോ അതൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട രീതിയിൽ സിനിമ കാണുന്നു, പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ PPT ചെയ്യുന്നു, ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നു. ഇതേപോലെ തന്നെ PLC എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായിരിക്കും ആ ഇൻഡസ്ട്രിയിൽ ഓരോ പ്രോസസ്സിനെ കണ്ടക്ട് ചെയ്യുന്നത്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയോ, അത് എപ്പോൾ തുടങ്ങി എപ്പോൾ കഴിഞ്ഞു, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, എന്തെങ്കിലും വേസ്റ്റേജ് ആയോ, റോ മെറ്റീരിയൽസ് മൊത്തം യൂസ് ചെയ്തോ, റോ മെറ്റീരിയൽസ് ബാക്കിയുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അനലൈസ് ചെയ്യാനും എല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് PLC എന്ന് പറയുന്നത്. സോ ഇത് ഒരു ഹാർഡ്വെയർ ലോജിക്കാണ്, സോഫ്റ്റ്വെയർ അല്ല. സോഫ്റ്റ്വെയറിൽ തന്നെ വരുന്നത് ഹാർഡ്വെയർ സെക്ഷനാണ്. നമ്മുടെ കമ്പ്യൂട്ടർ C പ്രോഗ്രാമിംഗ് ടൈപ്പ് സോഫ്റ്റ്വെയർ ആയിരിക്കത്തില്ല, ഒരു ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാനും ഹാർഡ്വെയറിനെ മോണിറ്റർ ചെയ്യാനും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡസ്ട്രി പ്രോസസ്സ് എന്ന് പറയും. സോ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ എൻവയൺമെൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കത്തില്ല. ഹാർഷായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. അവിടെ ഈ പറയുന്ന പോലെ വൈബ്രേഷൻസ് വളരെ ഇഷ്യൂ ഉണ്ട്. അതുപോലെ നോയ്സ്,
പിന്നെ ഇത് പോരായിട്ട് തന്നെ ഈ ഓരോ സിസ്റ്റംസും നമുക്കറിയാം അവരുടെ വലിപ്പം അനുസരിച്ച് അവരുടെ ഹീറ്റ് ഡിസിപ്പേഷൻ കൂടുതലായിരിക്കും, ഡസ്റ്റ് ഉണ്ടാവും. ചില ഏരിയാസിൽ നമ്മൾ എന്ത് പ്രോസസ്സുകളാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ചിലപ്പം കോൾഡ് ആയിരിക്കും ആ റീജിയൻ, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൊറോസീവ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഹാഷ് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ ആയിരിക്കും. സോ ഏതൊരു ഏരിയ ആണെങ്കിലും നമുക്ക് ഹ്യൂമൻസിന് ചിലപ്പം പോയി ഈ പറയുന്ന ഹൈ ടെമ്പറേച്ചർ ഉള്ള റീജിയൻ ആണെങ്കിൽ ഹ്യൂമൻസിന് ഡയറക്റ്റ് പോയി അവിടെ മെഷേഴ്സ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കര പോയിസണസ് ആയിട്ട് എന്തെങ്കിലും ഉള്ളൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷനിലും വർക്ക് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് PLC. ഇനി PLCയിൽ എന്താ ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി PLCക്കകത്ത് ഏതൊരു കൺട്രോളറിനകത്തുള്ള പോലെ തന്നെ PLCക്കകത്ത് ഒരു മൈക്രോ പ്രൊസസ്സറാണുള്ളത്. ഈ മൈക്രോ പ്രൊസസ്സർ നമ്മളൊരു പെർട്ടിക്കുലർ ലാംഗ്വേജ് വെച്ചിട്ട് PLCക്ക് വേണ്ടി ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട്, അതിനെ നമ്മൾ ലാഡർ ലോജിക് എന്ന് പറയും. ഈ ലാഡർ ലോജിക് ഉപയോഗിച്ചിട്ടായിരിക്കും PLC നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ധാരാളം അധികം സോഫ്റ്റ്വെയർ ലാംഗ്വേജസിനെ പറ്റി അറിയാം. സോ PLCയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാഡർ ലോജിക്കാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് PLCകളിലും ചെയ്യുന്നത്. നമ്മളുടെ പ്രോഗ്രാം PLC റൺ ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ ആദ്യം ഒരു സാധാ കമ്പ്യൂട്ടറിൽ എഴുതും, എന്നിട്ടത് PLC കൺട്രോളറിനകത്തേക്ക് ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു കേബിൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ബേൺ ചെയ്യുന്നത്. ഇപ്പോൾ ബേൺ ചെയ്യുന്ന സമയത്ത് സാധാ പ്രൊസസ്സർ അല്ലെങ്കിൽ കൺട്രോളർ ബേൺ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയായിരിക്കും. ഇനി ബേൺ ചെയ്യുന്ന ടൈമിൽ ഈ പ്രോഗ്രാംസ് PLCയുടെ മെമ്മറിക്കകത്തേക്ക് സ്റ്റോർ ചെയ്യാണ്. മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ ആയിരിക്കും. നോൺ വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാലും ആ പ്രോഗ്രാം അതിനകത്ത് ഉണ്ടാവും. പവർ പോയി അല്ലെങ്കിൽ കറണ്ട് ഇല്ലയെന്ന് വെച്ചിട്ട് പ്രോഗ്രാം ആയിട്ടില്ല, ഇറേസബിൾ ആകത്തില്ല, പ്രോഗ്രാമും ആ മെമ്മറിയിൽ തന്നെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഏറ്റവും ഒരു നല്ല അഡ്വാൻറ്റേജ്, അതായത് നമ്മൾ ഈ PLC ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നത്തുള്ള കാലങ്ങളിലെല്ലാം നമ്മൾ ഓട്ടോമേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രികളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഒരു റിലേ കൺട്രോൾ പാനലായിരുന്നു. റിലേ ഉപയോഗിച്ചിട്ടുള്ള കൺട്രോൾസാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്ന PLC ആണ്. അതിന് തൊട്ട് മുന്നേ അവർ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മനസ്സിലാവും ഫുൾ റിലേ വെച്ചിട്ടുള്ള ലോജിക്കായിരുന്നു. അതായത് ഹ്യൂമൻ ഓപ്പറേറ്റർ നമ്മൾ ചെന്നിട്ട് റിലേ ഓൺ ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുമ്പോഴായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ PLC ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ റിലേസ് എല്ലാം നമ്മൾ മാറ്റിയിട്ട് ഹാർഡ്വെയർഡ് ആയിട്ടുള്ള റിലേ ലോജിക്ക് മാറ്റിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ട് പ്രോഗ്രാം ആക്കി. സോ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയപ്പോൾ നമുക്ക് വേണ്ട ഹാർഡ്വെയറിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടായി, അതേപോലെ തന്നെ ഹ്യൂമൻ ഇൻ്റർവെൻഷന് വേണ്ടിയില്ല, ഓട്ടോമാറ്റിക്കലി എല്ലാം PLCയിൽ തന്നെ ചെയ്തു. സോ ഇവിടെ പിന്നെ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് നമ്മൾ ലാഡർ ലോജിക്, അത് PLCക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു ലോജിക്കാണ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. സോ PLCയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ലാഡർ ലോജിക്. അതിനിയും അടുത്ത വീഡിയോസിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് എലമെൻറ്റ്സ്, ഒരു PLCക്കകത്തുള്ള ബേസിക് എലമെൻറ്റ്സ്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു PLC എന്ന് വെച്ചാൽ നമുക്കൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടറായിട്ട് തന്നെ അതിനെ കാണാം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ്. ലാഡർ ലോജിക് വെച്ച് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഒരു മൈക്രോ പ്രൊസസ്സറാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു മെമ്മറി ഉണ്ട്, മെമ്മറിക്കകത്താണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിനകത്തുള്ള ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി പരിചയമായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിനകത്തുണ്ട്. ഫസ്റ്റ് വൺ CPU. സോ ഏതൊരു പ്രൊസസ്സർ അല്ലെങ്കിൽ കൺട്രോളർ യൂണിറ്റ് വന്നു കഴിഞ്ഞാലും അതിനൊരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവും. നമ്മൾ അതിനെ കോമൺ ആയിട്ട് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയും. സോ ഇപ്പം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ബേസിക് ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അരിത്തമെറ്റിക്കും ലോജിക് ഓപ്പറേഷൻസ് ALU ആയിരിക്കും. ALUs ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള വർക്ക്സ് ചെയ്യണം, അതുപോലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യണം, പിന്നെ കമ്പ്യൂട്ടർ ഇൻ്റർഫേസസ് എന്തൊക്കെ ഇൻ്റർഫേസുകളുണ്ടോ അതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്ട്രാ കമ്പ്യൂട്ടേഷൻസ് വേണം അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് PLCയുടെ വർക്കിംഗ് ചെക്ക് ചെയ്യേണ്ടതും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരിക്കും. PLC കൺട്രോളറിൻ്റെ ചെക്ക് ചെയ്യുന്നതും അതുപോലെ എന്തെങ്കിലും എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻറ്റിമേറ്റ് ചെയ്യുന്നതും ഇവിടുത്തെ CPU ആയിരിക്കും. പിന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെൻ്റാണ് മെമ്മറി. മെമ്മറി എല്ലാ സിസ്റ്റത്തിലും ഉള്ള പോലെ തന്നെ രണ്ട് സെക്ഷനുണ്ട്, റാമും റൂമും. അപ്പോൾ ഓൾറെഡി ഈ ഒരു PLCക്ക് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ഡേറ്റ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടൊരു മെമ്മറി ഉണ്ട്. അതിനെ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സിസ്റ്റം പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന റീഡ് ഒൺലി മെമ്മറി, ഒന്ന് സിസ്റ്റത്തിന് ടെമ്പററി ആയിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള റാൻഡം ആക്സസ് മെമ്മറി. സോ റീഡ് ഒൺലി മെമ്മറിയിലായിരിക്കും നമ്മളുടെ PLCയുടെ പ്രോഗ്രാം ബേൺ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇനി റാമിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി സ്റ്റോറേജ് ആണ്. സോ ടെമ്പററി സ്റ്റോറേജ് ആകുമ്പോൾ അപ്പോൾ ഉള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ സ്റ്റാറ്റസ്, അതേപോലെ ടൈമറുണ്ട്, കൗണ്ടറുണ്ട്, എന്തൊക്കെ യൂണിറ്റുകൾ ഫങ്ഷനിലാണോ ആ യൂണിറ്റുകളുടെ എല്ലാം അപ്പോൾ ഉള്ള ഡേറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ഒരു പ്രോസസ്സ് കഴിയുന്നിടം വരെ ഓരോ സിസ്റ്റത്തിലും സബ് യൂണിറ്റുകളിലും ഉള്ള ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ഡേറ്റാസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറി ആയിരിക്കും. റാൻഡം ആക്സസ് മെമ്മറി വോളറ്റൈലാണ്, അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തെ ഡേറ്റ ഇറേസ് ആയിപ്പോവും. പക്ഷേ റോം നോൺ വോളറ്റൈലാണ്, അതായത് കറണ്ട് പോയാൽ അതിനകത്തെ ഡേറ്റയ്ക്കൊന്നും സംഭവിക്കത്തില്ല. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ. ഇനി എന്താ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ? നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻപുട്സുകൾ വരാം, രണ്ടാമത്തത് സെൻസർ വരെ, അതായത് ഓരോ സിസ്റ്റവും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഫീഡ്ബാക്സ് ഉണ്ടാവും. ഈ ഫീഡ്ബാക്സ് കൊടുക്കുന്ന സെൻസേഴ്സ് ആയിരിക്കും. സോ ഈ സെൻസറിൽ നിന്നുള്ള ഡേറ്റ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ സ്വിച്ചുകളിൽ നിന്ന് ചില സ്വിച്ചുകൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻസ് കറക്റ്റായിട്ട് അത് മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ PLC ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ മെയിൻ ഇൻപുട്ട് സെക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്ടിലേക്ക് നമ്മളുടെ യൂസർ ഡേറ്റാസ് വരാം, സെൻസറിൻ്റെ ഡേറ്റാസ് വരാം, സ്വിച്ചസിൻ്റെ ഡേറ്റാസ് വരാം. അങ്ങനെ ആ ഒരു സബ് യൂണിറ്റ്സിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്സ് എല്ലാം ഇൻപുട്ട് സെക്ഷനിൽ വരും. സോ ഇതൊരു ബേസിക് സ്ട്രക്ചർ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ പവർ സപ്ലൈ ഉണ്ട്, മെമ്മറി, പ്രോഗ്രാമിംഗ് ടെർമിനൽ, ഇൻപുട്ട് മൊഡ്യൂൾ, ഔട്ട്പുട്ട് മൊഡ്യൂൾ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്. സോ നമ്മളുടെ PLCക്കകത്തുള്ളത് CPU, പവർ സപ്ലൈ, ഇൻപുട്ട് മൊഡ്യൂളും ഔട്ട്പുട്ട് മൊഡ്യൂളും മെമ്മറിയാണ്. അപ്പോൾ CPUവിനെ പറ്റി ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു. നമ്മളുടെ അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസും അല്ലെങ്കിൽ അതുപോലത്തുള്ള കമ്പ്യൂട്ടേഷൻസും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് CPU ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ PLC മൊത്തത്തിൽ ആ PLCയുടെ ബോർഡ് മൊത്തത്തിൽ ഫങ്ഷനാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് CPU. ഈ CPUവിന് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ CPUവിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് മെമ്മറി റാമും റോമുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. റോമിൽ നമ്മുടെ പ്രോഗ്രാം PLCയുടെ പ്രോഗ്രാം ഉണ്ട്, റാമിനാണെങ്കിൽ ആർബിട്രറി ആയിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇനി ഇൻപുട്ട് മൊഡ്യൂളിലാണ് നമ്മൾ എല്ലാ ഇൻപുട്ട് ഡിവൈസുകളെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് PLCയിലേക്ക് ഡയറക്റ്റ് ഇൻ്റർഫേസ് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഇൻപുട്ട് മൊഡ്യൂൾസ് ആയിരിക്കും. സോ നമ്മൾ n നമ്പർ ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ആയിരിക്കും ഇൻപുട്ട് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് ഡിവൈസസ് നമ്മളുടെ പ്രോസസ്സിൽ നിന്നായിരിക്കും ഈ പറഞ്ഞ പോലെ സെൻസറോ ഫീഡ്ബാക്ക് എലമെൻസോ സ്വിച്ചുകളുടെ ഔട്ട്പുട്ടുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കണ്ടീഷൻസ് ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് മൊഡ്യൂളിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ PLCയും നമ്മുടെ റിയൽ എൻവയൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ PLC നിന്ന് നമ്മുടെ ഓട്ടോമേഷൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് മൊഡ്യൂൾ ഉപയോഗിക്കും. ഈ ഔട്ട്പുട്ട് മൊഡ്യൂൾ ഇതേപോലെ ഔട്ട്പുട്ട് ഡിവൈസസ്, അതിലൊരു ഡിവൈസാണ് നമ്മുടെ ആക്ച്വേറ്റർ അല്ലെങ്കിൽ റിലേസ് ആവാം. ഇങ്ങനെയുള്ള ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ട്പുട്ട് മൊഡ്യൂളിന് ഉപയോഗിക്കും. പിന്നെ മൊത്തത്തിൽ PLC മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പവർ സപ്ലൈ ഉണ്ടാവും. പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ PLC അങ്ങനെ സെപ്പറേറ്റ് പവർ സപ്ലൈ ഇപ്പോഴത്തെ കേസുകളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ 220 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന PLCs അവൈലബിൾ ആണ്. ഇനി അതല്ല PLCക്ക് വേറെ പവർ റിക്വയർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡിക്വേറ്റ് ആയിട്ടുള്ള പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പവർ സപ്ലൈ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ PLCയിലേക്ക് നമുക്ക് പ്രോഗ്രാം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിംഗ് ടെർമിനൽ ഉണ്ടാവും. നോർമൽ പ്രോഗ്രാമിംഗ് ലോജിക് ആയിരിക്കും. ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് ലാഡർ ലോജിക്കിൽ നമ്മൾ പ്രോഗ്രാം എഴുതും. ഇതിനെ നമ്മൾ ഒരു ബേണിംഗ് പാനൽ വെച്ചിട്ട് ഈ പ്രോഗ്രാം മെമ്മറിയിൽ PLCയുടെ റോമിലേക്ക് നമ്മൾ ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി 3 കമ്പോണൻസ് ആണ്. ഒന്ന് ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷനിൽ വരുന്ന ഔട്ട്പുട്ട് സെക്ഷനാണ്. സോ എങ്ങനെയാണ് നമ്മുടെ PLC ആണ് ഔട്ട്പുട്ട് സെക്ഷന് ഔട്ട്പുട്ട് മൊഡ്യൂൾ വഴി കണക്ട് ചെയ്തെന്ന് പറയും. സോ ഈ ഔട്ട്പുട്ട് സെക്ഷൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളിങ് സിഗ്നലുകളെ പാസ് ചെയ്യുക എന്നുള്ളതാണ്. സോ മെയിനായിട്ട് കൺട്രോളിങ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൺട്രോൾ സിഗ്നലിൻ്റെ മെയിൻ ഡ്യൂട്ടി നമ്മളെ എല്ലാ സബ് യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുക. അത് മോട്ടർ ആവാം, പമ്പ് ആവാം, ലൈറ്റ് ആവാം, സോളിനോയിഡ് ആവാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ ഔട്ട്പുട്ട് സെക്ഷൻ വരാം. അപ്പോൾ ഈ ഔട്ട്പുട്ട് സെക്ഷനിലുള്ള ഓരോ ഡിവൈസുകളെ അല്ലെങ്കിൽ സബ് യൂണിറ്റ്സുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നലിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് മൊഡ്യൂൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സെക്ഷൻ. ഇനി ബേസിക്കലി നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയും. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷനെ കുറച്ചുകൂടെ
ഇൻസ്ട്രക്ഷൻ്റെ ടൈം, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം കുറച്ച ഇൻസ്ട്രക്ഷൻസ് ആണ് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കത്തില്ല ഔട്ട്പുട്ട് മൊഡ്യൂൾസിന് ചെല്ലുന്നത്. കാര്യം ഔട്ട്പുട്ട് മൊഡ്യൂൾസിന് ഒന്നാമത് നമുക്കറിയാം ഈ ഔട്ട്പുട്ട് മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ കുറേ കൂടെ ഹാർഡ്വെയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ചെന്ന് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾസിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഉപയോഗിക്കുന്നത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പർട്ടിക്കുലർ സൈക്കിൾ കുറച്ച് മതി, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സൈക്കിളും കുറച്ച് മതി. അതേപോലെ തന്നെ ഈസിലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പവർ സപ്ലൈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമലി PLCന് അങ്ങനെ ഒരു ഐസൊലേറ്റഡ് പവർ സപ്ലൈ ഇപ്പോഴത്തെ കേസിൽ ആവശ്യമില്ല. പക്ഷേ അങ്ങനത്തുള്ള PLCയിലും അവൈലബിൾ ആണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുക്കണം. പക്ഷേ നോർമൽ PLCs എല്ലാം വർക്ക് ചെയ്യുന്ന 220 വോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 24 വോൾട്ട് DC-യിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കേസ് പറഞ്ഞ പ്രോഗ്രാമിംഗ് ഡിവൈസ് ആയിരുന്നു. ഇനി പ്രോഗ്രാമിംഗ് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിന് PLC എന്ത് ഫംഗ്ഷനാണ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ നമ്മൾ അല്ലെങ്കിൽ ആ ലോജിക്കിനെ നമ്മൾ പ്രോഗ്രാം ആക്കിയിട്ട് ആ പ്രോഗ്രാമിനെ നമ്മൾ മെമ്മറിയിലേക്ക് ബേൺ ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രോഗ്രാം ഡിവൈസ് എന്ന് പറയുന്നത്. സോ അത് നോർമൽ ലോജിക്ക് പോലെ ബേണിംഗ് മെക്കാനിസം വഴിയായിരിക്കും PLCയുടെ മെമ്മറിയിലേക്ക് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഡയറക്റ്റ്ലി ഇത് PLCയുടെ മെമ്മറിയിൽ കൊണ്ടു ചെല്ലുമല്ല, നമ്മൾ ആദ്യമേ പ്രോഗ്രാം കൊടുക്കുമ്പോൾ പ്രോഗ്രാം ആദ്യമേ ഫെഡ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ഡിവൈസിലേക്കായിരിക്കും. ഈ പ്രോഗ്രാമിംഗ് ഡിവൈസാണ് പിന്നീടാണ് ഇത് PLC മെമ്മറി, അതായത് റൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിംഗ് ഡിവൈസിലായിരിക്കും പ്രോഗ്രാം റൈറ്റ് ആവുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിംഗ് ഡിവൈസാണ് CPU-ൻ്റെ സഹായത്തോടെ മെമ്മറിയിൽ സേവ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ബേസിക്കലി നോക്കിയത് എന്താണ് PLC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ ആണ്. അതായത് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കമ്പ്യൂട്ടർ അത്ര തന്നെ നമുക്ക് പറയാം. മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഓട്ടോമേഷൻ സിസ്റ്റത്തെ മൊത്തം കൺട്രോൾ ചെയ്യുക, ഓരോ പാരാമീറ്റേഴ്സിനെ ചെക്ക് ചെയ്യുക, എല്ലാ സിസ്റ്റംസും സബ് യൂണിറ്റ്സും വർക്ക് ചെയ്യുന്ന കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക, ഇതിൻ്റെ എല്ലാ ഇൻപുട്സുകളും ഔട്ട്പുട്സുകളും കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് പ്രോഡക്ട്സുകൾ ഇതിൻ്റെ ഔട്ട്പുട്ടുകളെല്ലാം നമ്മൾക്ക് വേണ്ട മാർജിൻ അല്ലെങ്കിൽ നമ്മളുടെ മാർക്കിനനുസരിച്ച് ഇത് ഔട്ട്പുട്ട്സ് ആയി എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനും ഇങ്ങനെയുള്ള എല്ലാ കൺട്രോളിംഗ് ഫംഗ്ഷൻസിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് PLC. അതിൻ്റെ മെയിൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാഡർ ലോജിക്കാണ്. സോ നമ്മുടെ ഒരു ബേസിക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള പോലെ തന്നെ CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾസ് ഉണ്ട്, പിന്നെ പവർ സപ്ലൈ ഉണ്ട്, പ്രോഗ്രാമിംഗ് ഡിവൈസ് ഉണ്ട്. സോ ഇത്രയാണ് PLCയുടെ ബേസിക്സ്. ബാക്കി നമ്മളുടെ PLCയുടെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.